രാവിലെ തന്നെ ഈ കയറായിട്ട് എങ്ങോട്ടാണെന്നല്ലേ, കുറച്ച് ദിവസം മുമ്പ് ഞാനും അമ്മയും കൂടെ കുറച്ച് പച്ചക്കറിയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പച്ചക്കറികളുടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെച്ചതിൽ പയറും അതുപോലെ തന്നെ പാവയ്ക്ക, മത്തങ്ങ ഇതിലൊക്കെ വള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മേളിലോട്ട് പടർന്ന് കയറാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. കോല് കുത്തി കൊടുത്തിട്ടുണ്ട്, അത് കൂടാണ്ട് ഒരു നെറ്റും കെട്ടി കൊടുക്കണം, എന്നാലാണ് ഇത് മുകളിലോട്ട് പടർന്ന് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്മയും ഞാനും കൂടെ കയറൊക്കെ കെട്ടി നെറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അമ്മ പറയുന്നു, ഞാൻ ചെയ്യുന്നു. അമ്മയുടെ ഹെൽപ്പറായിട്ടാട്ടോ ഞാൻ നിൽക്കണേ. ഇങ്ങനെ വെച്ച് വന്നപ്പോഴും കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളുടെ പയറിൽ ഒരു ചെറിയൊരു പ്രാണി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പയറിൻ്റെ നടുക്ക് തന്നെയാണ് ഇത് സാധനം വരുന്നത്. ഞാൻ കാണിച്ചു തരാവേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇന്നത്തെ വിളവെടുപ്പ് നടത്തിയിട്ടോ. ആദ്യത്തെ വിളവെടുപ്പാണ്, ചീരയാണ്. അപ്പോൾ കുറച്ച് തൈ കിട്ടി, താഴേന്നും കുറച്ച് തൈ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു നേരത്തെ തോരനുള്ള സംഭവമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഈ പറഞ്ഞ മരുന്നടിക്കൽ പരിപാടിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ പയറിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതെന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താണ് അമ്മയുടെ ഒരു ഫ്രണ്ട്. കൊക്കക്കോള അടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊക്കക്കോള ഒരു പെപ്സി ബോട്ടിൽ ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താവും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ കറുത്ത കളറിലാണ് എൻ്റെ പ്രാണി മൊത്തം വന്നേക്കണേ. മൊത്തം പയർ ചെടിയിലുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണോട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതാ നമ്മുടെ മുളകും പിന്നെ പാവയ്ക്കയും ഒക്കെ ചെറുതായിട്ട് മുട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി വച്ചൊരു സംഭവം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.